ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റാണ് ആദ്യം വാങ്ങേണ്ടത്, എത്ര രൂപക്ക് വിൽക്കാൻ തുടങ്ങി കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. സോ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റിന് വരുന്നത് സ്ട്രെങ്ത് ടു ഫേസ് എനിത്തിങ്. ബിക്കോസ് ഇതൊരു ബിസിനസ്സാണ്. ഇതിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പക്ഷേ ലോസ് ആയിരിക്കും ഉണ്ടാവുക. സോ രണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അത് എന്തൊരു ബിസിനസ് ആണെങ്കിൽ തന്നെ, കേക്ക് ബേക്കേഴ്സോ അല്ലെങ്കിൽ റെസിനാർട്ട് ചെയ്യുന്നവരോ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അതിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവാം. ഒരിക്കലും ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നഷ്ടം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. ഇത് നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു സത്യം തന്നെയാണ്. ഒരു പക്ഷേ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് ലോസ് സംഭവിച്ചേക്കാം ഫസ്റ്റ് തന്നെ. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. സെക്കൻഡ് വേണ്ട നമുക്ക് വേണ്ടത് ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അതെന്തിനാ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് പബ്ലിക്കിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പബ്ലിക്കിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി, അല്ല ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയാലും മതി. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. ബിക്കോസ് വാട്സപ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറേ സൈബർ ആക്രമണങ്ങൾ സംഭവിക്കുന്ന സമയമുണ്ട്. കുറച്ചുകൂടി സേഫ്റ്റി ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. ആൻഡ് പിന്നെയാണെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്കാരം കൂടുതൽ ഓർഡേഴ്സും വരിക. ഈ വാട്സപ്പ് ആകുമ്പോൾ നമ്മുടെ ഈ ഒരു കോൺടാക്റ്റിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളൊരു ചുറ്റുവട്ടത്തുള്ള ഒരു ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇൻസ്റ്റാഗ്രാം ആകുമ്പോൾ ഒരു പബ്ലിക് അക്കൗണ്ട് ആണെങ്കിൽ കുറേ ഓർഡേഴ്സ് നമുക്ക് വരാം. പിന്നെ നമുക്ക് ഇതിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ഗുഡ് ലോഗോ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ നെയിം വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് നെയിമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ ഒരു നെയിം വെച്ചിട്ടും കുറച്ച് ഒരു എസ്തെറ്റിക് ലുക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഗോ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ DP, അല്ലെങ്കിൽ അതാണ് നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഇപ്പോൾ ഓൾറെഡി കുറേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക. തേർഡ് വണ്ണാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം. നമ്മുടെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒന്നെങ്കിൽ നമ്മുടെ ഫോട്ടോ, അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെയോ കസിൻസിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെ ആരെയും ഒരാൾ ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടുള്ള മോഡൽ വർക്ക് ചെയ്ത് കണ്ട് അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. എന്നിട്ട് അതൊന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുക. ഒരു നല്ല എസ്തെറ്റിക് ലുക്കിലോ അല്ലെങ്കിൽ നല്ലൊരു ഫോണിൽ, നല്ലൊരു ക്യാമറ ഉള്ള ഫോണിൽ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഫോട്ടോ എടുക്കുക. എന്നിട്ട് അത് വേണം നമ്മൾ പബ്ലിക്കിലോട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ക്രാഫ്റ്റേഴ്സ് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. സോ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ഒരു നമ്മൾ ചെയ്തു വെച്ച വർക്കിൻ്റെ ഒരു നീറ്റ്നെസ്, അല്ലെങ്കിൽ ഇത് ചെയ്തപ്പോൾ രസമുണ്ടോ, എന്താണ് ഫോട്ടോയുടെ ക്വാളിറ്റി, അതിന് തുടങ്ങി കുറച്ച് കാര്യങ്ങളാണ് അവർ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എത്രത്തോളം ആക്റ്റീവാണ്, നമ്മുടെ റേറ്റ്, നമ്മൾ ഇടുന്ന റേറ്റാണ് ഒരു ആദ്യം തന്നെ നല്ലോണം നോക്കുക. സോ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും ഒന്നും ഇല്ലാണ്ടേയും തുടങ്ങരുത്, എല്ലാം വാരി വലിച്ച് വാങ്ങിയിട്ടും തുടങ്ങരുത്. നമ്മുടെ കൈമിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കുറച്ച് സാധനങ്ങൾ, ഒന്നെങ്കിൽ ബ്രിക്ക് വാൾപേപ്പർ 100-120 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. അതോ അല്ലെങ്കിൽ ഒരു വൈറ്റ് സാറ്റിൻ തുണി, അങ്ങനെ ഏതെങ്കിലും ഒരു കളർ സാറ്റിൻ തുണി, ഇപ്പോൾ ഒരുപാട് നമ്മുടെ ക്ലോത്ത് തന്നെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കുറച്ച് യൂസ് ചെയ്യുക. പിന്നെ ഒരു ബഞ്ച് ഫ്ലവേഴ്സ്, അങ്ങനെ എന്തെങ്കിലും കുറച്ച് ചെറിയ ചെറിയ പൈസയ്ക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ് മാത്രം വാങ്ങുക. ഒരുപാട് വാങ്ങിയാണ്ട് ഒരിക്കലും ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നമ്മുടെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റൊക്കെ എവിടുന്നാണ് വാങ്ങേണ്ടത്, എവിടെയാണ് വില കുറവുള്ളത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്രാഫ്റ്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രൈസ്. സോ തുടക്കത്തിൽ തന്നെ ഒരുപാട് റേറ്റ് കൂട്ടരുത്. നമുക്ക് ചിലവായ ഒരു ക്യാഷ് പ്ലസ് നമുക്കൊരു 10-15 രൂപ ലാഭം വെച്ചിട്ട് വേണം കൊടുക്കാൻ. എന്നാലാണ് ഒരുപാട് ഓർഡേഴ്സ് പിന്നെ കിട്ടുക. അതിന് ബൾക്കായിട്ട് ഓർഡേഴ്സ് കിട്ടിയതിന് ശേഷം നമുക്ക് റേറ്റ് കൂട്ടാം. പിന്നെ വില്ലൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ചിലവായതാവില്ല നിങ്ങൾക്ക് ചിലവാകണത്. സോ നിങ്ങൾക്ക് ചിലവായ പൈസ പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ നിശ്ചയിക്കുന്ന ആ ഒരു ക്യാഷ്, നിങ്ങൾ ആ ഒരു കസ്റ്റമർ ബുദ്ധിമുട്ടിച്ച ഒരു പക്ഷേ കുറേ എഡിറ്റ് ചെയ്തിട്ട് ഒരുപാട് ഇതായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതിന് റേറ്റ് കൂട്ടാം. അങ്ങനെ ആ റേറ്റിലാണ് ഇടേണ്ടത്. അല്ലാണ്ട് എൻ്റെ അതേ റേറ്റ് നിങ്ങൾക്ക് ഇട്ടിട്ട് ഒരു ലാഭമോ അതിലുണ്ടാവുന്നില്ല. ചിലപ്പോൾ നല്ല ലാഭമായിക്കാരം, അല്ലെങ്കിൽ നഷ്ടമായിക്കാരം. സോ നിങ്ങൾക്ക് ചിലവായത് പ്ലസ് നിങ്ങളുടെ ടൈമിനുണ്ട് ആ റേറ്റാണ് നിങ്ങൾ ഇടേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ ഒരു മോഡൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മോഡൽ വർക്ക് തന്നെ ഒരു 5-6 പോസ്റ്റിൽ നമ്മൾ ഫോട്ടോ എടുക്കുക. എന്നിട്ട് അതൊന്ന് ഓരോരോ ദിവസമായിട്ട് പോസ്റ്റ് ഇടുക. അല്ലാണ്ട് എല്ലാം ഒരു ദിവസം ഇട്ട് കണ്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് വന്ന് ഓപ്പൺ ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടുന്നാണ് വാങ്ങേണ്ടത്, ഏത് ടൈപ്പ് പ്രിൻ്റാണ് വേണ്ടത്, എവിടുന്ന് പ്രിൻ്റ് എടുത്താലാണ് റേറ്റ് കുറയുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് ചോദിക്കാനാണ്. ഞാൻ വേണമെങ്കിൽ ഒരു ഫുൾ വീഡിയോ ഇടാം. ഇതുവരെ പറഞ്ഞത് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.